കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞി കൂട്ടക്കരയിലുള്ള സ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ എം.ജെ. തോമസിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടരഞ്ഞിയിൽ നിന്നും തോട്ടുമുക്കം പോകുന്ന വഴി 1 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ കൂട്ടക്കര എന്ന സ്ഥലത്താണ് ഇത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിക്കടുത്ത് കൂട്ടക്കരയിലുള്ള സ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ എം.ജെ. തോമസിനെയും കുടുംബത്തെയുമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറേക്കുടിയിൽ ആയ മിഹായേലിന് അദ്ദേഹത്തിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ 9 മക്കളിൽ ആണുങ്ങളിൽ 5-ാമത്തെ മകനാണ് ഔസേപ്പ്. മേലുകാവ് വെള്ളാത്തൊട്ടയിൽ താമസിച്ചിരുന്ന ഇദ്ദേഹം കൂടരഞ്ഞിക്ക് വരികയാണുണ്ടായത്. ഇദ്ദേഹത്തിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 9-ാമത്തെ മകനാണ് തൊമ്മച്ചൻ എന്ന് വിളിക്കുന്ന എം.ജെ. തോമസ്. എം.ജെ. തോമസിനെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. ചാച്ചന്റെ പേര് എം.ജെ. തോമസ് എന്നാണ്. തൊമ്മച്ചൻ എന്നാണ് നാട്ടില് വിളിക്കുന്നത്. ഈ കൂടരഞ്ഞി വന്നിട്ട് എത്ര കാലമായി? 1952. അപ്പൊ ഏകദേശം 72 വർഷത്തോളം ആയി കൂടരഞ്ഞിയിലായിട്ട്. അതിനു മുമ്പ് നാട്ടിൽ എവിടെയായിരുന്നു? മേലുകാവിലായിരുന്നു. മേലുകാവില് വെള്ളിലാത്തൊട്ടി എന്നുള്ള സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് എത്ര വയസ്സുള്ളപ്പോഴാണ് ഈ കൂടരഞ്ഞിയിലേക്ക് വരുന്നത്? 3-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. 3-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഫാദറായിട്ടാണ് കൂടരഞ്ഞിക്ക് വരുന്നത്. അല്ല, അവര് നേരത്തെ പോന്നായിരുന്നു. 1948 വന്ന് കൂടരഞ്ഞി വന്ന് സ്ഥലം എടുത്തതാണ്. അപ്പൊ ഫാദറൊക്കെ ആയിട്ട് ആദ്യം വരുന്നത് നിങ്ങളുടെ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണോ ആദ്യം വരുന്നത്? അപ്പം പഴയ ഒരു തറവാടാണ് ഇത്. തൊട്ട് ചേർന്നുള്ളത് തറവാടാണ്. ഇത് ഞങ്ങളുടെ ആദ്യം വന്നപ്പോ പണിത വീടാണ്. ഞാൻ 93 പിന്നീട് പണിത വീടാണ് ഇത്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 82 വയസ്സ് ഇപ്പൊ നിലവിലുണ്ട്. ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. അമ്മച്ചിയുടെ പേരെന്താ? അമ്മച്ചിയുടെ വീട് എവിടെയാ? കൂടരഞ്ഞി തന്നെയാണ് വീട്. വീട്ടുപേര് പഴൂരെന്നാണ് വീട്ടുപേര്. അപ്പന്റെ അമ്മയുടെ ഒക്കെ പേര്? ചാച്ചന്റെ പേര് മത്തായി എന്നാണ്. അമ്മയുടെ പേര് റോസ. അമ്മയുടെ വീട് എവിടെയായിരുന്നു? അമ്മയുടെ വീട് കൊടക്കച്ചിറ വലവൂരായിരുന്നു. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? എനിക്ക് 3 മക്കളാണുള്ളത്. 2 ആണും 1 പെണ്ണും. 2 ആണും 1 പെണ്ണും. നമ്മുടെ കൂടെ ഉള്ളത് മൂത്ത മകനാണ്. പേരെന്താണ്? ജോസിൽ എന്നാണ് പേര്. ജോസില് എന്ത് ചെയ്യുന്നു? ഞങ്ങള് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. ഓഫീസിൽ തന്നെ ജോലിയാണ്. നിങ്ങളെല്ലാം കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാരാണ്. താമസിക്കുന്ന ആൾക്കാരെല്ലാം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെയാണ്. എത്ര വർഷം മുമ്പ് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വന്നതാണ്? 1963 മുതല് ചാച്ചനായിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. ഞാൻ തലശ്ശേരി രൂപതയുടെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറായിട്ട് ആദ്യം മുതൽ രൂപതയുടെ പണികളാണ് കൂടുതൽ. തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടിയിട്ട് കൺസൾട്ടിംഗ് എഞ്ചിനീയർ ആയിട്ട് തലശ്ശേരി താമരശ്ശേരി രൂപത ഒന്നായിട്ട് കിടന്നല്ലേ. അപ്പം അന്ന് മുതൽ രൂപതയുടെ കൺസൾട്ടിംഗ് എഞ്ചിനീയറായിട്ട് ജോലി നോക്കുകയാണ്. പിതാവ് ഒരിക്കലും ഇവിടെ വന്നപ്പം ഇങ്ങനെ. അപ്പൊ അന്ന് ഇവിടുത്തെ വികാരിച്ച് പറഞ്ഞു എഞ്ചിനീയറാണ്, ജോലി ആയില്ല. അപ്പൊ അത് പിതാവ് പറഞ്ഞ പോലെ രൂപതയിലവിടെ ഒന്ന് നോക്കിയിരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ രൂപതയായിട്ട് ഞാൻ തലശ്ശേരി രൂപതയായിട്ട് ബന്ധപ്പെട്ട് ആദ്യകാലം തന്നെ പോകാതെ മലബാറിലോട്ട് 90% പള്ളികളും ഞാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാജൻ തന്നെയാണ്. അപ്പം തുടക്കത്തില് 2 കൊല്ലം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തായിരുന്നു. അത് ഉപേക്ഷിച്ചിട്ടാണ് സ്വന്തമായിട്ട് ടെമ്പററി ആയിരുന്നു. 2 കൊല്ലത്തേക്ക് ടെമ്പററി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴെങ്കിലും പിതാവ് വന്നപ്പോൾ പറഞ്ഞത് രൂപതയിൽ പോലെ രൂപതയിലെ പള്ളികളൊക്കെ നോക്കാൻ. അങ്ങനെ രൂപതയായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം തുടർച്ചയായിട്ട് മലബാറിലുള്ള ഒട്ടുമിക്ക പള്ളികളും രൂപകൽപ്പന ചെയ്യുകയും പണിയിപ്പിക്കുകയും ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുകയും, അതുപോലെ തന്നെ 1960 കാലഘട്ടം മുതൽ മറ്റം എന്നുള്ള പേരില് ഒരു കൺസ്ട്രക്ഷൻ അസോസിയേറ്റ്സ് അല്ലെ
മറ്റം അസോസിയേഷൻ പിന്നെ എന്ന രീതിയിൽ ഞങ്ങളൊരു കമ്പനിയാക്കി മറ്റൊന്ന് അസോസിയേഷന്റെ പേരിൽ അത് 1983 കമ്പനിയായി. 1983 മുതലാണ് കമ്പനിയാകുന്നത്. അതിനു മുമ്പ് സ്വന്തമായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. മറ്റം സാർ മറ്റു സാറിന് മറ്റം സാർ തൊമ്മച്ചൻ എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത് അല്ലെ. ജോസിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് പിതാവിന്റെ പാത പിന്തുടർന്നത്. വൈഫ് നമ്മോടൊപ്പം ഉണ്ട്. പേരെന്താണ്? മേഴ്സി എന്നാണ് പേര്. വീട് എവിടെയായിരുന്നു? നിലമ്പൂർ ചുണ്ടത്തറയിലാണ് വീട്. വീട്ടുപേര് വാഴേക്കാട്ട്. മാതാപിതാക്കന്മാരുടെ പേര്? അമ്മ മേരി, തോമസ്. അമ്മയുടെ വീട് എവിടെയായിരുന്നു? തൊടുപുഴ. വീട്ടുപേര്? കാരികുന്നേൽ കുടുംബാംഗമാണ് അമ്മ. നിങ്ങൾക്ക് 2 മക്കളാണുള്ളത് അല്ലെ. അവര് ഇവിടെ ഉണ്ട്. രണ്ടുപേരും ട്വിൻസ് ആണ് അല്ലെ. അതിനകത്ത് നിങ്ങൾ തന്നെ സമയത്തിനകത്ത് മൂത്തവരാണ്. മോന്റെ പേര് തോമസ് ആണ്. തോമസ് എന്ത് ചെയ്യുന്നു? ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എവിടെയാണ് പഠിച്ചിരുന്നത്? IIT ബിലായിലാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വർക്കിന് പോകണം. ക്യാമ്പസ് പ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും? ഇന്റേൺഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കംപ്ലീറ്റഡ് ആയതേ ഉള്ളൂ. ചെയ്തതേ ഉള്ളൂ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. അടുത്തയാള്? എന്റെ പേര് ജോസ്. ഞാൻ NIT കാലിക്കറ്റ് ബിടെക് കഴിഞ്ഞ് നിൽക്കുകയാണ്. കാലിക്കറ്റ് NIT ബിടെക് കംപ്ലീറ്റ് ചെയ്തു. ഏത് ബ്രാഞ്ച് ആയിരുന്നു? ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രാഞ്ചിലായിരുന്നു ചെയ്തത്. ഇപ്പൊ ഒരു പ്ലേസ്മെന്റ് ചെന്നൈയിൽ ആയിട്ടുണ്ട്. അതിനുവേണ്ടി ചെന്നൈയിൽ പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. അതെ. ഏത് കമ്പനിയിലാണ്? അനോറ ലാബ്സ് എന്ന കമ്പനിയിലാണ്. അനോറ ലാബ്സ് എന്ന കമ്പനിയില് പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. ജൂലൈ ആകുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നത്. ജൂലൈ ആകുമ്പോഴത്തേക്കും ജോലി പ്രവേശിക്കണം. ചാച്ചന് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വരാൻ ഉണ്ടായ കാരണം എഞ്ചിനീയറിംഗ് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ? അതെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം. ഞാൻ രൂപതയുടെ കൺസൾട്ട് എഞ്ചിനീയറിംഗായിട്ട് ജോലിയൊക്കെ ആയിരുന്നല്ലോ ചെയ്തേ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങി. വർക്കില്ല, സൂപ്പർവിഷൻ, പ്ലാനും സൂപ്പർവിഷൻ മാത്രമേ ഉള്ളൂ. ഡിസൈനും സൂപ്പർവിഷനാണോ? ഡിസൈനിങ് സൂപ്പർവിഷനാണ് മാത്രമേ. അതെ. എവിടെയാ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചത്? ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ. തിരുവനന്തപുരം CT-യിലായിരുന്നോ? അത് ഏത് കാലഘട്ടത്തിലാണ് പഠിച്ചത്? 63 മുതൽ 66 വരെ. 1963 മുതൽ 66 വരെ BSc എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. അതിനുശേഷമാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ആരംഭിക്കുന്നത്. ജോസിലും എഞ്ചിനീയറിംഗ്? ഞാൻ എഞ്ചിനീയറിംഗ് അല്ല, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. അതിനുശേഷം ഫാദറിനെ സഹായിച്ച് ഓഫീസിൽ ജോലി ചെയ്ത് തുടർന്ന് ആ ഫീൽഡ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്തത്. ചുരുക്കത്തിലൊരു എഞ്ചിനീയറിംഗ് ഫാമിലിയാണ്. മക്കളും എഞ്ചിനീയറിംഗ്. എൻ്റെ ഇളയ മകനും എഞ്ചിനീയറാണ്. മകനും എഞ്ചിനീയറാണ്. സ്ട്രക്ചർ എഞ്ചിനീയറാണ്. 3 മക്കളാണുള്ളത്. മൂത്ത മകനാണ് ജോസില്. രണ്ടാമത്തെ മകന്റെ പേര്? മകളാണ്. രണ്ടാമത്തെ മകളാണ്. മോളുടെ പേര്? ലിജി. ലിജിയെ എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? അത് അവർ കരുവാരക്കുണ്ടിലാണ് നമ്മളെ കെട്ടിച്ചു വിട്ടത്. കരുവാരക്കുണ്ടിലാണ്. ഇപ്പൊ അവിടുന്ന് സ്ഥലം വിട്ട് മലമ്പുഴ പോയി. മലമ്പുഴ ഇപ്പൊ താമസിക്കുന്നത്. അവരുടെ വീട്ടുപേരെന്താ? പള്ളിക്കുന്നേല്. പള്ളിക്കുന്നേലാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ജോർജ്. മനേഷ് ജോർജ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? 2 പേരാണ്. കുട്ടികളുടെ പേര്? മൂത്തയാള് പോളും ഇളയാള് ടോമും. അങ്ങനെ 2 കുട്ടികളാണ് അവർക്കുള്ളത്. ലിജിയെ അവരൊക്കെ ഏത് മേഖലയിലാണ്? അവര് അഗ്രികൾച്ചറാണ്. ഭർത്താവ് അഗ്രികൾച്ചർ മേഖലയിലാണ്. മൂന്നാമത്തെ മോനാണ് അല്ലെ? മൂന്നാമത്തെ മോന്റെ പേര്? ബേസിലാണ്. ബേസിൽ വിവാഹം കഴിച്ചതല്ലേ? അതെ. ഭാര്യയുടെ പേര്? അനു എന്നാണ് ഭാര്യയുടെ പേര്. വീട്ടുപേര്? ഞാവള്ളിൽ കുന്താനം. സ്ഥലം? തളിപ്പറമ്പിലാണ് അവരുടെ സ്ഥലം. അവരിപ്പോ എവിടെയാണ് താമസിക്കുന്നത്? കോഴിക്കോടാണ് അവർ താമസിക്കുന്നത്. അവര് ഏത് മേഖലയിലാണ്? അവര് സ്ട്രക്ചറൽ ഡിസൈൻ
സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക് തന്നെ. സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ അവൻ എംടെക് പാസ്സായതാണ്. സ്ട്രക്ചർ പാസ്സായതാണ്. കെട്ടിടങ്ങളുടെ സ്ട്രക്ചറൽ ഡിസൈൻ എല്ലാം ചെയ്യുന്നത് അവരാ. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡിസൈനിങ്ങും ആയിട്ടാണ് കോഴിക്കോട് ഓഫീസിട്ട് വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് ഒരാളെ ഉള്ളൂ. പേര് ഫ്രാൻസിസ് എന്നാണ് പേര് കുട്ടിയുടെ പേര്. അങ്ങനെ 3 മക്കളാണ് നിങ്ങൾക്ക് ഉള്ളത്. മേഴ്സി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അതോ ഹൗസ് വൈഫ് ആണോ? ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? നിലമ്പൂർ പാലേമാട് SBHS ഹയർ സെക്കൻഡറി. നിലമ്പൂർ പാലേമാട് SBHS പാലേമാട് സ്കൂളിൽ പഠിപ്പിക്കുകയാണ് ഹയർ സെക്കൻഡറിയില്. വിദ്യാഭ്യാസം ഞാൻ പിന്നെ സ്കൂളും പ്രീ ഡിഗ്രിയും ചുങ്കത്തറയാണ് സ്ഥലത്താണ് പ്രീ ഡിഗ്രിയും സ്കൂളിൽ പഠിച്ചത്. പിന്നെ ഡിഗ്രി കോളേജ് ഗുരുവായൂർ കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. PG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നാണ് PG പാസ്സാവുന്നത്. ഏത് ഞാൻ ഹിസ്റ്ററി ആയിരുന്നു. MA ഹിസ്റ്ററിയാണ്. B.Ed പാലാ സെന്റ് തോമസ് കോളേജ് ട്രെയിനിങ് കോളേജിൽ നിന്നാണ് B.Ed പാസ്സാകുന്നത്. അതിനുശേഷം വിവാഹത്തിന് മുമ്പ് തന്നെ ജോലി പ്രവേശിച്ചായിരുന്നു. വിവാഹത്തിന് ശേഷം ജോലി തുടർന്ന് പോകുന്നു. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 7 പേരാണ്. മൂത്ത ചേച്ചി സിസ്റ്ററാണ്. സിസ്റ്റർ പേര് സിസ്റ്റർ ബിൻസി ടോം. ഏത് കോൺഗ്രിഗേഷൻ വേണ്ടിയിട്ടാണ്? FCC. അവിടെ ലിറ്റിൽ കോളേജ് പഠിപ്പിക്കുകയായിരുന്നു. കോളേജ് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ റിട്ടയർ ആയി ആഫ്രിക്കയില് നോവിസ് മിസ്ട്രസ് ആയിട്ട് അവിടെ സേവനം ചെയ്യുന്നു. രണ്ടാമത്തെ ആള് ചോക്കാട് എന്ന് പറയും, നിലമ്പൂർ തന്നെ. ആലീസ് ആണ്. ചോക്കാട് വീട്ടിലേക്കാണ് വിവാഹം ചെയ്യുന്നത്. ചോക്കാട് സ്ഥലം മഠത്തിനകത്ത് വീട്. മഠത്തിനകത്താണെന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് വിൻസെന്റ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. അടുത്തയാള് ജോസ്. ചുങ്കത്തറയാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര് ട്രീസ എന്നാണ് ഭാര്യയുടെ പേര്. ഭാര്യയുടെ വീട്ടുപേര് ഒരിടത്തിൽ. സ്ഥലം തിരുവമ്പാടി. അവർക്ക് ബിസിനസ്സാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ് ഉള്ളത്. തോമസ് മരിയ എന്നിങ്ങനെ. അടുത്തത് പിന്നെ ലാലു. ലാലു എവിടെയാണ് താമസിക്കുന്നത്? അമേരിക്കയിലാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. കുടുംബസമേതം അമേരിക്കയിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദുവിന്റെ വീട് പുല്ലൂരാമ്പാറ. വീട്ടുപേര് മണിയങ്ങാട് കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ് ഉള്ളത്. ടോം സാക്ക്. അങ്ങനെ 2 മക്കളാണ് ഉള്ളത്. അടുത്തത് അലക്സ് എവിടെയാണ്? ചുങ്കത്തറ തന്നെ സ്കൂളിൽ സാറായിട്ടാണ്. ഹയർ സെക്കൻഡറി +2 ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ധന്യ. ധന്യയുടെ വീട് കോഴിക്കോടാണ്. വീട്ടുപേര് കണ്ണങ്കല്ലയിൽ നിന്നാണ് വീട്ടുപേര്. അവരുടെ മക്കള് 3 മക്കളാണ് ഉള്ളത്. മനു പീറ്റർ ജോസ് എന്നിങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ മേഴ്സി തന്നെയാണ് അതിന്റെ ഒരാളുണ്ട്. ഏറ്റവും ഇളയാള് ജിജി എന്നാണ് പേര്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പള്ളിയാരടിയിലാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. സ്ഥലം തേൾപ്പാറ എന്ന സ്ഥലത്തേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് സണ്ണി എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര? 2 മക്കളാണ് അവർക്കുള്ളത്. ക്രിസ്റ്റീന ഡാനി എന്നിങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. ഇതാണ് വീട്ടിലെ വിവരങ്ങൾ. ചാച്ചനൊക്കെ നിങ്ങൾ എത്ര സഹോദരങ്ങളുണ്ടായിരുന്നു? 10 പേര് സഹോദരങ്ങളാണുള്ളത്. 10 സഹോദരങ്ങളാണ്. 8 ആണും 2 പെണ്ണുമായിരുന്നു. 8 ആണും 2 പെണ്ണും. അതിൽ ഒരാൾ നേരത്തെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ്. സഹോദരങ്ങളുടെ പേരെന്ന് പറയാമോ? മൂത്തയാള് മൈക്കിള്. രണ്ടാമത്തെ ആള് കുര്യാക്കോസ്. മൂന്നാമത്തെ ആള് ജോസഫ്. 4-ാമത്തെ ആള് മാത്യു. 5-ാമത്തെ ആള് ദേവസ്യ. 6-ാമത്തെ ആള് ചെറിയാൻ. പിന്നെ പെങ്ങൾ അന്നക്കുട്ടി. പിന്നെ ഞാൻ.
ചാച്ചനാണ് പിന്നെ ജോസഫ് അല്ലേ? എൻ്റെ പേര് തോമസ്. എൻ്റെ ഇളയ ഒരാളുണ്ടായിരുന്നു, മരിച്ചുപോയി. ജോൺ എന്നായിരുന്നു മരിച്ചത്. കുഞ്ഞേലി കുഞ്ഞേലി മൂത്ത പെങ്ങള്. അതിൻ്റെ ഒരു മകനുണ്ട്, അച്ഛനുണ്ട്. കുഞ്ഞേലിയുടെ മകൻ അച്ഛനുണ്ട്. ഏത് വീട്ടിലേക്കാ വിവാഹം ചെയ്ത് കൊടുത്തത് കുഞ്ഞേലിയെ? തയ്യിലാണ് അച്ഛനുള്ളത്. ഇപ്പം തലശ്ശേരി രൂപതയില. തലശ്ശേരി ഇപ്പം റിട്ടയർഡായി വീട്ടിൽ തന്നെ. അമ്മച്ചി, നിങ്ങൾ എത്ര മക്കളായിരുന്നു? 7 മക്കള്. 7 മക്കളാണ്. അതിനകത്ത് സഹോദരങ്ങളുടെ പേരെന്ന് പറയാമോ? മൂത്തയാള് ജോർജ്, രണ്ടാമത്തേത് മാത്യു, മൂന്നാമത്തേത് സിസ്റ്റർ ചിന്നമ്മയായിരുന്നു. മാക്സിമ. നാലാമത്തേത് ഞാനാണ്. അഞ്ചാമത്തെ ആങ്ങള മരിച്ചുപോയി. പേര് ജോസഫ് എന്നാണ്. ആറാമത്തെ ഫ്രാൻസിസ്. തോമസ്. തോമസ്. അങ്ങനെ നിങ്ങൾ 7 മക്കളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മത്സരങ്ങൾ പങ്കെടുക്കുകയോ കലാകായികപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള കുട്ടികളായിരിക്കും അല്ലേ? എന്തൊക്കെ അങ്ങനെ ലഭിച്ചിട്ടുണ്ട് അച്ചീവ്മെന്റ്സ്? ചെറുപ്പത്തില് അങ്ങനെ സ്കൂളിലായിരുന്നപ്പോൾ ക്വിസിലൊക്കെ പോയിട്ടുണ്ട്. ക്വിസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഞാന് ഒരു എസ്എ കോമ്പറ്റീഷൻ, സി വി രാമൻ എസ്എ കോമ്പറ്റീഷൻ സ്റ്റേറ്റ് ലെവലില് സ്റ്റേറ്റ് ലെവലില് പങ്കെടുക്കുകയും എ ഗ്രേഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ സ്പോർട്സ്, ഞങ്ങൾ ഫുട്ബോള് കുറച്ച് താല്പര്യമുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നവരാണ്. പിന്നെ ഞാൻ ഫുട്ബോൾ കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ടോ? എന്റെ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് ഇന്റർ IIT കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ട്. വേറെ പാട്ടൊക്കെ പാടുവോ? ചെറുതായിട്ട് അങ്ങനെ സ്റ്റേജ് പരിപാടി ഒന്നുമില്ല, ചെറുതായിട്ടൊക്കെ പാട്ട് പാടും. പള്ളിക്കോറിലൊക്കെ പാടുന്നുണ്ടോ? ഇല്ല അങ്ങനെ പാടുന്നില്ല. കോമ്പറ്റീഷൻസിനൊന്നും പങ്കെടുക്കുന്നില്ല. നമ്മുടെ ഒരു സ്വയം എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? പിയാനോ കുറച്ച് പഠിച്ചായിരുന്നു. പിയാനോ കുറച്ച് പഠിച്ചിട്ടുണ്ട്. രണ്ടുപേരും പഠിക്കുന്നുണ്ടായിരുന്നു. കുറെ കാലം മുമ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗ് പഠനവും കോച്ചിങ് കാലഘട്ടവും ഒക്കെ ആയിരുന്ന സമയത്ത് സമയം കിട്ടാറില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ടച്ച് കുറച്ച് കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും നന്നായിട്ട് പാടുന്നവരൊക്കെയാണ്, നന്നായിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഫാമിലി മൊത്തത്തിൽ നോക്കിയാൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തലശ്ശേരി രൂപതയ്ക്കും താമരശ്ശേരി രൂപതയ്ക്കും വളരെയധികം സംഭാവനകൾ, നിരവധി പള്ളികൾ പണിയുകയും അതുപോലെ തന്നെ കൂടരഞ്ഞിയിൽ മറ്റം അസോസിയേറ്റ്സ് എന്നുള്ള കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഫാമിലിയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.